ഒരുപാട് സാഹസികമായ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ വാർത്താമാധ്യമ പ്രവർത്തകർ അവിടെ വയനാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകുന്നത്. ഇപ്പോൾ അവിടെ വല്ലാത്ത ചെളിയാണ്. അപ്പോൾ ആ ചെളിയിൽ പൊതിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ സൂക്ഷിച്ചിന് വളരെ വളരെ ഉണ്ടാകും. ഇപ്പോൾ ദീപക് തർമ്മടം അല്പനിമിഷങ്ങൾക്ക് നമുക്കൊപ്പം ചേരും. യഥാർത്ഥത്തിൽ അവിടെ വേറെ അപകടമൊന്നും സംഭവിച്ചില്ല. കാല് ചെളിയിൽ പൊതിഞ്ഞു പോയി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. കാര്യം വലിയ ആഴത്തിൽ ചെളി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് പൊതിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യം റിപ്പോർട്ടിങ്ങിൻ്റെ ആഗ്രഹത്തിലും ആത്മാർത്ഥയിലും ആവേശത്തിലും ഒക്കെ പലപ്പോഴും നിൽക്കുന്ന ചെളിക്കുണ്ടാണ് എന്നുള്ള കാര്യം മറന്നു പോകുന്നത് കൊണ്ട് പറ്റുന്ന ചെറിയ പിഴവാണ്. എന്തായാലും ദീപക് തർമ്മടം സുരക്ഷിതമായി അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാർ ചെളിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ദീപക് തർമ്മടം വളരെ ഊർജ്ജസ്വലനായി വീണ്ടും നമുക്കൊപ്പം വാർത്താ പ്രക്ഷേപണവുമായി ചേരുക തന്നെ ചെയ്യും. ഈ അല്പനിമിഷങ്ങൾക്കും ഷിരൂരിലെ രക്ഷാദൗത്യം പ്രതിസന്ധിയിലാതിനെക്കുറിച്ച് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ചില വിവരങ്ങൾ പറയുന്നു. തിരച്ചിൽ എന്ന് പുനരാരംഭിക്കുമെന്നതിന് ഇതുവരെ ഒരു അറിയിപ്പ് ലഭിച്ചില്ലെന്നും സഹോദരി ഭർത്താവ് ജിതിൻ പറയുന്നു. ജലനിരപ്പ് കുറഞ്ഞതിനാൽ നാളെ സ്വമേധയാ തെരച്ചിൽ നടത്തുമെന്നാണ് ഈശ്വർ മാൽപെ അറിയിച്ചത്. ജില്ലാ കളക്ടർ, സ്ഥലം, MLA എന്നിവരെ ബന്ധപ്പെടാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂരിലെ യന്ത്രം കൊണ്ടുപോകുന്നതിൽ തീരുമാനമായിട്ടില്ല. വളരെ ദുഷ്കരമാകുന്ന കാഴ്ചയാണുള്ളത്. ഇതിനിടയിലാണ് ഇവിടെ സ്കൂൾ പരിസരത്ത് വെച്ച് ഒരു മൃതദേഹം കൂടി കിട്ടിയത്. മൃതദേഹം ആർമിയും പോലീസും ചേർന്നുള്ള തെരച്ചിലായിരുന്നു. തെരച്ചിൽ സമയത്ത് JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുമ്പോഴാണ് ഒരു മൃതദേഹം കിട്ടിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ചളി രൂപപ്പെട്ടതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകർക്ക് ഈ ചളിയിൽ നിന്നുകൊണ്ട് തിരച്ചിൽ നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ട്. ഏതാണ്ട് 30ഓളം JCBകൾ ചൂരൽമലയിലും അതുപോലെ തന്നെ മലയുടെ മുകളിലുമായി മുണ്ടക്കയിലുമായി തെരച്ചിൽ തുടരുകയാണ്. ഇതിനിടയിൽ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ആദ്യം ആർമി ക്യാമ്പ് സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഈ ദുരന്ത മേഖലയിലേക്ക് മലയിലേക്ക് എത്തുന്നത്. ഹാഷ്മി SKN. ദീപക് ധർമ്മടം, താങ്കൾ ചെളിയിൽ കാല് പൊതിഞ്ഞു പോയാലും പ്രശ്നമൊന്നും ഉണ്ടായില്ല, സുരക്ഷിതമാണ് എന്ന് കരുതുന്നു. പ്രേക്ഷകരോട് ഞാനത് പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. നമ്മൾ ആ ദൃശ്യം പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തായിരുന്നു. താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പോൾ മരണസംഖ്യ 334 എന്ന വാർത്തകളിലൂടി വരുന്ന നിമിഷമാണ് ദീപക് തർമ്മടം വാർത്തകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്കറിയുന്ന ഒരു മൃതദേഹം കൂടി ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയ തൊടിമുട്ടിയിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഒരു സ്ത്രീയുടെ മൃതദേഹമാണ്. മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ ഇതാണ്. ഇല്ല SKN, കുറച്ച് അരയോളം ചളിയിൽ പൂണ്ടുപോയി. പക്ഷേ ഇവിടെയുള്ള മിലിറ്ററി ഓഫീസേഴ്സ്, രക്ഷാപ്രവർത്തകരും മറ്റും ചേർന്ന് നമ്മളെ രക്ഷിക്കുകയായിരുന്നു SKN. ശരിക്കും അവരോടാണ് സംസാരിക്കേണ്ടത് SKN. കാരണം ഇവിടെ എത്രമാത്രം ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. സാബ് बहुत टफ है इधर काम, रक्षा काम बहुत बढ़िया सर, बहुत डेंजर है, बहुत डेंजर ट्रूप्स के लिए भी और पब्लिक के लिए भी बहुत डेंजर है सर. ഞങ്ങൾ ദൂരെ നിന്ന് നോക്കുമ്പം സാറ് ഇങ്ങനെ താഴ്ന്നു പോകുന്ന കാണുന്നത് വെള്ളത്തിലേക്ക്. അതിനുശേഷം ഞങ്ങൾ ഈ സാറ് മാത്രം, മിലിറ്ററി സാറ് മാത്രം എത്തി കൈ പിടിച്ച് രണ്ടുപേരും താവുക. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓടി വന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുപാട് ബലം പ്രയോഗിച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അത്രയും ബുദ്ധിമുട്ടാണ്.